ഒരു നല്ല ആചാരം നിങ്ങൾ കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവർക്കും അത് പിൻപറ്റുന്നവർക്കും അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞത് ആരാ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മൗലൂദിനെ എതിർക്കുന്നവരൊക്കെ പറയുന്ന ചില ഹദീസുകളെ ഞാൻ ഖണ്ഡിക്കുകയാണ്. മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ, ഈ ദീനിന്റെ വിഷയത്തിൽ, മാ ലൈസ മിൻഹു, ദീനുമായി, ദീനിന്റെ ഉസൂലുകളുമായി, ദീനിന്റെ അഖീദയുമായി, ദീനിന്റെ അടിസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് ബിദ്അത്താണ്. ആ ബിദ്അത്ത് സയ്യിഅത്തായ ബിദ്അത്താണ്, അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മാ ലൈസ മിൻഹു അല്ലാത്ത മുഹ്ദസത്തുകൾ ഈ ദീനിൽ ഉണ്ടാകുമെന്നല്ലേ ഇതിന്റെ അർത്ഥം. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന, ഒരു നല്ല ആചാരം, ഒരു നല്ല ഒരു അമൽ ഒരാൾ കൊണ്ടുവന്നാൽ, ഹബീബിന്റെ ഈ മദ്ഹ് പറയുമ്പോൾ ഇവിടെ മദ്ഹ് പ്രഭാഷണം നടക്കും, അത് ഹറാമാണോ? അല്ല. ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലും, വല്ല കുഴപ്പമുണ്ടോ? പുണ്യമല്ലേ? ഹബീബിന്റെ അപദാനങ്ങൾ വാഴ്ത്തും, ഭക്ഷണം വിതരണം ചെയ്യും, ഭക്ഷണം വിതരണം ചെയ്യണേ, പുണ്യനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്ഹ് പറയും, കുട്ടികൾ പറയും, വലിയവർ പറയും, ഹബീബിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് അള്ളാഹുവിന് ഇഷ്ടമല്ലയോ? ഇതിനേക്കാളും റബ്ബിന് ഇഷ്ടമുള്ള അമൽ എന്താണ്? ആ ഹബീബിനെയാണ് അനുസ്മരിക്കേണ്ട എന്ന് പറയാം. ബാക്കി ഏത് നാടകത്തിനും കൂടെ നിൽക്കുന്നതിന് തെളിവ് വേണ്ട, ഏത് ആഘോഷങ്ങൾക്കും നമ്മുടെ കുട്ടികൾ പോകുന്നതിനും തെളിവ് വേണ്ട. ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോഴേക്കും തെളിവിന്റെ പരമ്പര വേണം. എന്നിട്ട് അവര് പറയും കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, എല്ലാം ളലാലത്താണ് എന്ന് ഇതിനർത്ഥം വെച്ചത് 4 മദ്ഹബുകളിൽ ഒരു ഇമാമും അങ്ങനെ അർത്ഥം വെച്ചില്ല. പ്രഗത്ഭരായ പണ്ഡിതന്മാരാരും എല്ലാ പുതുതായി ഉണ്ടാകുന്നതും പിഴച്ചതാണ് എന്ന് ആരും അർത്ഥം കൊടുത്തിട്ടില്ല. ആരർത്ഥം കൊടുത്തത്? നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആളുകളും പിന്നെ കുറച്ച് പുറത്തുള്ള ബിദ്അത്തിന്റെ ചിന്താഗതിക്കാർ. അങ്ങനെ വരികയാണെങ്കിൽ ഹബീബിന്റെ ശേഷം വന്ന മുഴുവൻ നല്ല കാര്യങ്ങളും ബിദ്അത്തായി തള്ളിക്കളയേണ്ടതാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയാൻ കഴിയോ? വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത് തങ്ങളുടെ കാലത്തുണ്ടോ? ഇല്ല. ഖുർആന് ചട്ട വെച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഖുർആനിൽ ഹർഫുകൾക്ക് പുള്ളിയും കുത്തും കൊടുത്തിട്ടുണ്ടോ തങ്ങളുടെ കാലത്ത്? കൊടുത്തിട്ടില്ല. ഖുർആൻ നമ്മളെ കാണുന്ന പോലെ ജംഅ് ചെയ്തിട്ടുണ്ടോ? ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ടോ ഹബീബിന്റെ കാലത്ത്? ഇല്ല. എന്തുകൊണ്ട് ലോകം അതിനെ അംഗീകരിച്ചു? കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറഞ്ഞ ഹദീസിന്റെ അർത്ഥം അതല്ല എന്ന് ചെറിയ അറിവുള്ള ആളുകൾക്കറിയും, പരിഭാഷ മാത്രം വായിച്ച് നടക്കുന്നവർക്ക് അറിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇമാം ഷാഫിഈ തങ്ങൾ, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ, മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം, മഹാൻ റഹ്മത്തുള്ളാഹി തആല അലൈഹിം അജ്മഈൻ, ഇവരൊക്കെ ബിദ്അത്തിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പുതുതായി ഉണ്ടായത് എന്ന് പറയുമ്പോഴേക്കും തള്ളിക്കളയേണ്ടതല്ല. നമ്മുടെ മദ്രസ ഉണ്ടോ തങ്ങളുടെ കാലത്ത്? അറബി കോളേജുകളുണ്ടോ തങ്ങളുടെ കാലത്ത്? സിലബസ് ഉണ്ടോ തങ്ങളുടെ കാലത്ത്? നമ്മൾ ഈ പറയുന്ന സംവിധാനവും രീതികളും ഉണ്ടോ പഠനത്തിന്, മദ്രസക്ക്, ദർസിന്, അറബി കോളേജുകൾക്ക്? വല്ല പ്രയാസമുണ്ടോ? ഇതൊക്കെ വേണ്ട എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ ദീനിന്റെ അവസ്ഥ? അതും പോട്ടെ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തോടും. എന്നിട്ട് അവര് പറയും ഇസ്ലാമിൽ അവസാനം ഖുർആനിൽ ഇറങ്ങിയ ആയത്ത് ഇതാണ്. അത് തന്നെ തെറ്റാണ്. അവസാനം ഇറങ്ങിയ ആയത്ത് അതല്ല. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ ഔ കമാ ഖാല അല്ലാഹ്. ആയത്ത് അവസാനം ഇറങ്ങുന്നത് ഇന്ന് ഇസ്ലാമിനെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാം പൂർത്തിയായി, ഇനി ഒന്നും അതിലേക്ക് ചേർക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, ഈ ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷം ഒരുപാട് ആയത്തുകൾ വേറെയും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഇസ്ലാം എന്ന് പുറത്താവോ? അത് ഖുർആൻ തന്നെയല്ലേ? ഇസ്ലാം പൂർത്തിയായി എന്ന് തക്മിലത്ത് കഴിഞ്ഞു. ഇസ്ലാം വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്ത് പൂർത്തിയാക്കി തന്നു, ഇനി ഇസ്ലാമിക്കൊന്നും ആരും ചേർക്കണ്ട എന്ന് പറയുന്നവർ ആലോചിക്കുക, ഈ ആയത്തിന്റെ ശേഷം വേറെയും ഒരുപാട് ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്താ അതിനെ പറ്റി പറയാം? ഈ ആയത്തോടുകൂടെ എല്ലാം പൂർത്തിയായി എന്നല്ല, അതിനപ്പുറത്തില്ല എന്നാണോ? ഇങ്ങനെ നോക്കിയാൽ പണ്ഡിതോചിതമായ ഒരു ചർച്ചയിലേക്ക് വരികയാണെങ്കിൽ പുണ്യ ഹബീബിന്റെ മൗലിദ് ലോകത്ത് ആചരിക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. നമ്മുടെ മക്കൾ അറിയണം, ലോകം അറിയണം. അത് റബീഉൽ അവ്വലിൽ മാത്രമെന്നല്ല, നമ്മൾ അത്രയെങ്കിലും വേണ്ടേ? അത്രയെങ്കിലും വേണ്ടേ? റബീഉൽ അവ്വൽ ആകുമ്പോഴേക്കും ചില ആളുകൾ അടിയന്തരം കഴിക്കുന്ന പോലെ. അപ്പൊ പറയും ഹബീബ് വഫാത്തായ ദിവസമല്ലേ അതെന്ന്? ആണ്. ഏതുപോലെ
ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി അശ്ശംസു യൗമുൽ ജുമുഅ. ഏറ്റവും ആഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതാണ്? യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമാണ്. എന്താ അതിന്റെ പ്രത്യേകത? ഫീഹി ഖുലിഖ ആദം, ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ട ദിവസമാണത്. വഫീഹി ഉദ്ഖിലൽ ജന്ന, ആ വെള്ളിയാഴ്ച തന്നെയാണ് ആദം അലൈഹിസ്സലാം സ്വർഗ്ഗത്തിലേക്ക് കടന്നത്. വഫീഹി ഉഖ്രിജ മിൻഹാ, ആ വെള്ളിയാഴ്ച തന്നെയാണ് ആദം നബി സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതും. ഇതൊക്കെ വെള്ളിയാഴ്ചയാണ് എന്ന് വിചാരിച്ച ആദം നബി അലൈഹിസ്സലാം സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയ ദിവസമല്ലേ, അത് സങ്കടപ്പെടേണ്ട ദിവസമല്ലയോ? അതുകൊണ്ട് വെള്ളിയാഴ്ചക്ക് പുണ്യല്ല എന്ന് പറയാൻ പാടുണ്ടോ? ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ആശയമുണ്ട്. ഏത് ചിന്താഗതിയാണ് നമ്മുടെ മക്കളൊക്കെ പെട്ടുപോകുന്നത് എന്നറിയുന്നില്ല. ബിദ്അത്ത് ഒരു ദുരന്തമാണ്, അതൊരു അപകടമാണ്. നമ്മുടെ അഖീദയെ പുണ്യ നബി തങ്ങളെ സംബന്ധിച്ച് പറയുന്ന വിഷയങ്ങളിൽ തങ്ങളുടെ വഫാത്ത് ഈ ഉമ്മത്തിന് വന്ന ഏറ്റവും വലിയ മുസീബത്താണ്. തങ്ങൾ പറഞ്ഞു, ഏറ്റവും വലിയ ദുരന്തം ഹബീബിന്റെ വിയോഗമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് വീടുകളിൽ ആരെങ്കിലും മരിക്കുമ്പോ ഫൽയദ്കുർ മുസീബതി മുസീബതഹു ബി, ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ മുസീബത്ത്. തങ്ങൾ വഫാത്തായില്ലേ, പിന്നെ ആര് വഫാത്തായെങ്കിൽ എന്താ വിഷയം? ആര് വഫാത്തായെങ്കിൽ എന്താ? ഹബീബ് വഫാത്തായില്ലേ, അത്രത്തോളം മുക്കില്ലല്ലോ നമ്മുടെ വാപ്പയും ഉമ്മയും. നമ്മുടെ വാപ്പയേക്കാൾ, മക്കളെക്കാൾ, ഉമ്മയേക്കാൾ, ഭാര്യയേക്കാൾ, കൂട്ടുകാരെക്കാൾ ഒക്കെ സ്നേഹിക്കേണ്ടവരല്ലേ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അങ്ങനെ ആലോചിക്കുമ്പോ തങ്ങൾ വഫാത്തായ ദിനം തന്നെയാണ്. പക്ഷേ ഹബീബെന്ന് ആ ഒരു നിഅ്മത്ത് അതേ ഒരു തിങ്കളാഴ്ച തന്നെയല്ലയോ അള്ളാഹു നമുക്ക് നൽകിയത്? ഇതുപോലെ വെള്ളിയാഴ്ച ആദം നബി സൃഷ്ടിക്കപ്പെട്ട ദിവസമല്ലേ, ആദം നബി സ്വർഗത്തിലേക്ക് കടന്ന ദിവസമല്ലയോ വെള്ളിയാഴ്ച? ആ ദിവസം തന്നെയാ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് എന്ന് വിചാരിച്ച് കടന്ന ദിവസം, കടന്ന ആ ഒരു സംഭവത്തിന് പ്രാധാന്യമില്ലയോ? എന്നിട്ട് തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ചയാണ് ദിവസങ്ങളുടെ നേതാവെന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വഫാത്തായ ദിനം തങ്ങൾ ജനിച്ച ദിവസം പോലെ ഒരു തിങ്കളാഴ്ച തന്നെ ആയിരുന്നു എന്നതിന്റെ പേരിൽ തങ്ങളെന്ന നിഅ്മത്ത്, തങ്ങളെന്ന റഹ്മത്ത് ഈ ഉമ്മത്തിന് ലഭിച്ചതിൽ സങ്കടപ്പെടുകയാണോ വേണ്ടത്? ആ കാരണം പറഞ്ഞിട്ടാണോ സങ്കടപ്പെടും? അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച സങ്കടപ്പെടേണ്ട ദിവസമായി മാറും. വെള്ളിയാഴ്ച സയ്യിദുൽ അയ്യാം അല്ലാതായി മാറും. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണിത്. എന്നിട്ട് ഈ ഉമ്മത്തിനെ വസ്വാസാക്കുക. മൗലിദ് ചൊല്ലുന്നവൻ തന്നെ പടച്ചോനെ ചെല്ലാൻ പറ്റുമോ റബ്ബെ, ഞാൻ ഇസ്ലാമെന്ന് പുറത്തു പോവോ, ഇത് ബിദ്അത്താണോ, പാടില്ലാത്തതാണോ, കുറ്റം കിട്ടുമോ? അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആലിമീങ്ങൾ, പ്രത്യേകിച്ച് ശാഫിഈ മദ്ഹബിലെ ഇമാമുമാർ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്ത വിഷയമാണ്. നിങ്ങൾക്കറിയോ മൗലിദ് പാരായണം ചെയ്യാൻ പറ്റുമോ? ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമെന്ന് സമർത്ഥിക്കാൻ 150-ലേറെ കിതാബുകൾ ഹിജ്റ 3-ാം നൂറ്റാണ്ട് മുതൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ മഹാനായ ഇബ്നു കസീർ തങ്ങളടക്കം, ഇമാം സുയൂത്തി അടക്കം 150 കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. 150 കിതാബുകൾ. എന്തിന്? ഹബീബിന്റെ മൗലിദ് നിങ്ങൾ ആഘോഷിക്കണം. തങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യരുത് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതാ നോക്കേണ്ടത്. തങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ചെയ്യാൻ പാടില്ല. പക്ഷേ നമുക്ക് വിശാലമായി ഒഴിച്ചിട്ട് തന്നൊരു മേഖല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യരുത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മുഖാലഫാത്തുകൾ ചെയ്യരുത്, ഹറാമുകൾ ചെയ്യരുത്, അതൊരിക്കലും പാടില്ലാത്തതാണ്. പക്ഷേ പുണ്യനബി തങ്ങളുടെ മദ്ഹ് പറയുന്ന ഈ പരിപാടികൾ ലോക മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടിയന്തരം കഴിക്കുന്ന പോലെ മാറി നിൽക്കുന്നതിൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഹബീബിനോടുള്ള സ്നേഹം എവിടെയാണ്? ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു? ഹബീബിനെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഒരു കാര്യം ചോദിച്ചോട്ടെ. ഹജ്ജ് കഴിഞ്ഞിട്ട് നേരെ നാട്ടിക്ക്, മക്കയിൽ നിന്ന് നേരെ ജിദ്ദ എയർപോർട്ടിലേക്ക്, ഒന്ന് മദീനയിലേക്ക് പോയി നോക്കാതെ ഹബീബിന്റെ അരികത്ത് ചെന്ന് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹബീബിന്റെ അരികത്ത് ചെന്ന് സലാം പറയണം. ഇവിടുന്ന് പറഞ്ഞാൽ സലാം കിട്ടാത്തത് കൊണ്ടാണോ അത്? അല്ല. ഇവിടുന്ന് സലാം പറഞ്ഞു, നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നില്ലേ, ആ സ്വലാത്ത് അവിടെ എത്തും. എന്തുകൊണ്ടെന്നറിയോ? പുണ്യനബി ഉഹദിലെ ശുഹദാക്കളെ ഇടക്കിടക്ക് പോയി കാണും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശുഹദാ ഉഹദ്, ഉഹദിലെ ശുഹദാക്കൾ. അവിടെയാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഉള്ളത്, അവിടെയാണ് അംർ ഇബ്നുൽ ജമൂഹ് തങ്ങളുള്ളത്, അവിടെയാണ് അനസ് ഇബ്നു നദ്ർ തങ്ങളുള്ളത്. ഒരുപാട് സ്വഹാബിമാർ കിടക്കുന്ന സ്ഥലമാണ്.
പുണ്യനബി ഇടക്കിടക്ക് അവിടെ ചെന്ന് ഉഹദിലേക്ക് നടന്നു ചെന്ന് സിയാറത്ത് ചെയ്ത് തങ്ങൾ മദീനത്തെ പള്ളിയിലേക്ക് തിരിച്ചു വരും. മദീനത്തെ പള്ളിയിൽ നിന്ന് തങ്ങൾക്ക് ദ്വാരന്നാൽ ഉഹദിലെ ശുഹദാക്കൾക്ക് അല്ലാഹു ഉത്തരം കൊടുക്കൂലേ? തങ്ങൾക്ക് ഉത്തരം കൊടുക്കൂലേ? തങ്ങൾക്ക് പള്ളിയിൽ നിന്ന് ദ്വാരന്നാ പോരെ? നമ്മുടെ പള്ളിക്കാടിന് ചുറ്റും ഉമ്മമാര്, നമ്മുടെ ഉപ്പമാര്, പ്രിയപ്പെട്ടവർ മറവ് ചെയ്യപ്പെട്ട് കിടക്കുക. നിങ്ങൾ പള്ളിന്റെ ഉള്ളിൽ നിന്ന് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കൂലേ? പാപ്പാക്കും ഉമ്മാക്കും സ്വീകരിക്കും. എന്നാൽ ഉമ്മയുടെ ഖബറിന്റെ അരികത്ത് ചെല്ലണം, വാപ്പയുടെ ഖബറിന്റെ അരികത്ത് ചെല്ല്, മകന്റെ ഖബറിന്റെ അരികത്ത് ചെല്ല്, നിന്റെ ഭാര്യയുടെ ഖബറിന്റെ അരികത്ത് ചെല്ല്. അവിടെ ചെന്ന് ദുആ ചെയ്യ്. ആര് പഠിപ്പിച്ചു? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊരു പുണ്യം വേറെയാണ്. ജന്നത്തുൽ ബഖീഇലേക്ക് ഹബീബ് പോകും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് 10,000-ലേറെ സ്വഹാബിമാർ അന്ത്യവിഷമം കൊള്ളുന്ന സ്ഥലമാണത് ജന്നത്തുൽ ബഖീഅ്. ബഖീഅ് ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹബീബ് പോകും. ലൈലത്തുൽ ബറാഅത്തിന്റെ രാവിൽ ഹബീബ് അവിടെ പോയിട്ടുണ്ട്. എന്താ പോകുന്നത്? വീട്ടിൽ നിന്ന് വരുന്ന പോലെ തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്ന് വിശ്വസിക്കുന്നത് യുക്തിവാദമല്ലേ? മരിച്ചാൽ തീർന്നു, പിന്നെ കഴിഞ്ഞു, അവിടേക്ക് പോയിട്ടൊന്ന് ദേശത്തൊക്കെ പോയില്ലേ, റൂഹ് മാറിപ്പോയി, പിന്നെ എന്താ എന്ന് ചോദിക്കുന്നത് ഇസ്ലാമിനുള്ളിൽ വളരുന്ന യുക്തിവാദമാണ്. ആ ജസദിന് പ്രത്യേകതയുണ്ട്, പുണ്യമുണ്ട്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഭവനമേതാണ്? അല്ലാമ ഇബ്നു അഖീൽ അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു അഖീൽ അൽ ഹംബലിയോട് ചോദിക്കപ്പെടുകയാണ്. പ്രഗൽഭനായ പണ്ഡിതൻ, മാലിക്കി മദ്ഹബിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. മഹാനവറുകളോട് ചോദിച്ചു, അൽ ഹുജ്റത്തു ശരീഫ അഹിയ അഫ്ളലു അമിൽ കഅബ? മഹാനായ ഇബ്നു അഖീൽ തങ്ങളെ 1000 വോള്യം കിതാബുൽ ഫുനൂൻ എഴുതിയ ഇബ്നു അഖീൽ തങ്ങൾ 1000 വോള്യം, അത്ര പ്രഗൽഭനായ പണ്ഡിതൻ. പരിശുദ്ധ കഅബാലയമാണോ, പരിശുദ്ധമായ ഹബീബ് കിടക്കുന്ന ഹുജ്റത്തു ശരീഫ എന്ന്, റൗള എന്ന് നമ്മൾ വിളിക്കുന്ന ഹബീബ് കിടക്കുന്ന ആ റൂമാണോ, ഏതാണ് ശ്രേഷ്ഠമായത് എന്ന് ചോദിച്ചപ്പോ ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന പ്രഗൽഭനായ പണ്ഡിതന്റെ മറുപടി, വിശദീകരണം വേണ്ട മറുപടിയാണ്. ആ കെട്ടിടത്തിന്റെ ചുമരുകളും ആ കെട്ടിടവുമാണോ, അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതല്ല, അവിടെ കിടക്കുന്ന ആരെ കുറിച്ചാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ കിടക്കുന്നവരെ കുറിച്ചാണോ ചോദ്യം? റസൂലിനെ കുറിച്ചാണോ? നിങ്ങൾ ഒരു കെട്ടിടമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫഹിയൽ കഅബ, അത് കഅബയാണ്. പരിശുദ്ധ കഅബാലയത്തോളം പുണ്യമായൊരു ഭവനം അല്ലാഹുവിന്റെ ലോകത്ത് വേറെയില്ല. പക്ഷേ അൽ ഹുജ്റത്തു ശരീഫ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്ന ലോകത്തോട് വിട പറഞ്ഞ നബി, ഹബീബായ നബി തങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്ന പരിശുദ്ധമായ ഹുജ്റയിലെ ആ മണ്ണിനെ കുറിച്ചാണോ ചോദ്യമെങ്കിൽ, ആ മണ്ണിൽ കിടക്കുന്ന പുണ്യ റസൂല് കിടക്കുന്ന മണ്ണിനെ കുറിച്ചാണോ ചോദ്യമെങ്കിൽ, ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ച ചരാചരങ്ങളിൽ, മണ്ണിൽ, കല്ലുകളിൽ, ഭവനങ്ങളിൽ അല്ല, കല്ലുകളിലും പാറക്കെട്ടുകളിലും പ്രപഞ്ചത്തിൽ എല്ലാറ്റിലും ഏറ്റവും ശ്രേഷ്ഠമായത് അവിടെ കിടക്കുന്ന ഹബീബിന്റെ പരിശുദ്ധ ശരീരം ചേർന്ന് കിടക്കുന്ന മണ്ണാണ്. ലഹിയ അഫ്ളലു മിൻ അർശില്ലാഹ്. ആര് പറഞ്ഞു? അല്ലാമ ഇബ്നു അഖീൽ തങ്ങളെ. അർശിനെക്കാളും പുണ്യമാണ്. വമിനൽ ജന്നതി, സ്വർഗലോകത്തെക്കാളും പുണ്യമാണ്. വമിനൽ കഅബതി, കഅബയെക്കാളും ഹബീബിന്റെ ശരീരം ചേർന്ന് കിടക്കുന്ന മണ്ണിനാണ് ശ്രേഷ്ഠത. ഭവനമെങ്കിൽ കഅബക്കു തന്നെയാണ്. തെറ്റിദ്ധാരണ വരരുത്, തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യരുത്. ഞാൻ പറയുന്നു ശരിക്കും മനസ്സിലാക്കുക. കഅബാലയം എന്ന് പറയുന്ന നമ്മുടെ ഖിബ്ലയായ, നമ്മുടെ ജിഹത്തുൽ ഖിബ്ലയായ അല്ലാഹുവിന്റെ ഭവനം, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, പരിശുദ്ധമായ മുബാറക്കായ മക്കയിൽ അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട കഅബാലയം എന്ന ഭവനം ലോക ഭവനങ്ങളിൽ, അല്ലാഹുവിന്റെ മസ്ജിദുകളിൽ ഏറ്റവും വലുതാണ്. ഭവനങ്ങളിൽ ഏറ്റവും അഫ്ളലാണ്. അതിനേക്കാളും അഫ്ളലായ ഭവനമില്ല. എന്നാൽ മണ്ണിനെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ
ഹബീബ് കിടക്കുന്ന, ഹബീബിന്റെ പുണ്യ ശരീരം ചേർന്ന് കിടക്കുന്ന മണ്ണിനാണ് കഅബാലയത്തിന്റെ മണ്ണിനേക്കാളും ശ്രേഷ്ഠതയെന്ന് മാത്രമല്ല, അർശിനേക്കാളും സ്വർഗലോകത്തെക്കാളും ശ്രേഷ്ഠത ഹബീബ് കിടക്കുന്ന റൗളക്കാണെന്ന് ബിഇജ്മാഇൽ ഉമ്മ. അവരാണ് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചു കഴിഞ്ഞാൽ തീർന്നു എന്ന് പറയാനൊക്കുമോ? ഹബീബിനെ ചെന്ന് സന്ദർശിക്കൽ പുണ്യമാണ്. എന്തുകൊണ്ട് ചില ആളുകൾ മദീനത്ത് പോകാതെ വരുന്നു എന്ന് പരിശോധിച്ചു നോക്കുക. അവരെന്താ പറയാ? മക്കയിലെ നിസ്കാരത്തിന് 1,00,000 നിസ്കാരത്തിന്റെ കൂലിയുണ്ടല്ലോ, മദീനയിലത് 1000 ഉള്ളൂ, മസ്ജിദുൽ അഖ്സക്കത് 500 ഉള്ളൂ. അപ്പൊ ഹോൾസെയിൽ വാങ്ങിയിട്ട് പോകാൻ നല്ലത് മക്കയിൽ നിന്നല്ലേ? അവിടെ പോയിട്ട് കിട്ടാനൊന്നുമില്ലല്ലോ, 500-1000 കിട്ടുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. ആരാണ് മുഅ്മിനെ മക്കയിൽ 1,00,000 ലസ്വലാത്തുൻ ഫീഹാ ബിമിഅതി അൽഫി സ്വലാഹ്. മക്കയിലെ മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരം 1,00,000 നിസ്കാരത്തിന് തുല്യമാണെന്ന് പഠിപ്പിച്ചത് ആരാണ്? നിങ്ങൾക്ക് ഹജ്ജ് പഠിപ്പിച്ചു തന്നത് ആരാണ്? ഖുദൂ അന്നി മനാസികകും, നിങ്ങളുടെ ഇബാദത്തുകൾ വേണ്ട പോലെ എന്നിൽ നിന്ന് നേരിട്ട് പഠിച്ചോളൂ എന്ന് പറഞ്ഞ് ഹജ്ജും ഉംറയും തവാഫും സഅയും നിങ്ങളെ പഠിപ്പിച്ചതാരാണ്? അത് മദീനയിൽ കിടക്കുന്ന ഹബീബല്ലയോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്ദികേടല്ലേ, നന്ദികേട്. മല്ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാഹ്. ഇത് ഇമാം ബുഖാരി തങ്ങൾ അവരുടെ മറ്റൊരു ഹദീത്തിന്റെ ഗ്രന്ഥമായ അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ച ഹദീഥാണിത്. സ്വഹീഹായ ഹദീത്ത്. മനുഷ്യരോട് നന്ദി ചെയ്യാത്തവൻ അള്ളാഹുവിനോട് നന്ദി ചെയ്തില്ല കേട്ടോ. അള്ളാഹുവിനോടുള്ള നന്ദിയാണ് ഹജ്ജും ഉംറയുമെങ്കിൽ, മനുഷ്യരിൽ നമ്മൾ കടപ്പെട്ട് കിടക്കുന്ന അഫ്ളലുൽ ബശറായ ഹബീബിനോട് നന്ദി ചെയ്യാതെ അള്ളാഹുവിനോട് ചെയ്യുന്ന നന്ദി പോലും അള്ളാഹു സ്വീകരിക്കില്ലെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അപ്പൊ ഹബീബിന്റെ അടുത്ത് പോവണ്ടയോ? നന്ദിയല്ലേ ഹബീബിന്റെ മുമ്പിലെത്തേണ്ടത്? പിന്നെ പറയും ഒരു ഹദീസ്, ലാ തുഷദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ് മസ്ജിദി ഹാദാ വൽ മസ്ജിദിൽ ഹറാം വൽ മസ്ജിദിൽ അഖ്സാ. മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്യാൻ ഇവന്മാർ ഉദ്ധരിക്കുന്ന ഹദീസാണത്. ഞാനതിന്റെ അർത്ഥം പറഞ്ഞു തരാം. എന്താണ് അതിന്റെ അർത്ഥം? ലാ തുഷദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ്. ആരോടും ഒരു വിദ്വേഷമോ വെറുപ്പോ ഇല്ല, പക്ഷേ മുഅ്മിനീങ്ങളുടെ അഖീദ, ഖൽബിൽ കിടക്കുന്ന ഹബീബിനോടുള്ള സ്നേഹത്തിൽ ഒരൽപ്പം കുറഞ്ഞു പോകാൻ ആരുടെയെങ്കിലും വാക്കുകൾ കാരണമായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ തിരുത്തുകയാണ്. ഹബീബിനോടുള്ള മഹബ്ബത്തില്ലാതെ രക്ഷപ്പെടുക സാധ്യമല്ല. നിങ്ങൾ നിസ്കരിക്കുന്നുണ്ട് 5 വക്ത്. ഇത്തരം ചീത്ത ബിദ്അത്തിന്റെ ചിന്താഗതികളിലേക്ക് ഒരു മനുഷ്യൻ പോയാൽ ആദ്യം സംഭവിക്കുന്ന ദുരന്തം എന്താണെന്നറിയുമോ? എന്താ ആദ്യത്തെ ദുരന്തം? നമ്മൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്നവരാ. നമ്മൾ ജയിക്കുമോ, അള്ളാഹിന്റെ അടുത്ത് എത്തുമോ, അല്ലെങ്കിൽ സ്വർഗം കിട്ടുമോ, നമ്മൾ എവിടെയായിരിക്കും നാളെ, ഇതൊന്നും നമുക്കറിയില്ല. പേടിയിലാണ് നമ്മൾ. പക്ഷേ നുഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും വഅർജു അൻ അനാല ബിഹിം ശഫാഅ. സജ്ജനങ്ങളെ സ്നേഹിക്കുകയാണ്, നല്ലവരെ ഇഷ്ടപ്പെടുകയാണ്, അവരോടുകൂടെ അവരുടെ ശഫാഅത്ത് കൊണ്ടെങ്കിലും രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ.